മുൻകൂട്ടി കാണാൻ, ഈ ദുരന്തത്തെ പിടിച്ചു നിർത്താൻ, തടഞ്ഞു നിർത്താൻ മനുഷ്യന് കഴിഞ്ഞില്ല. ഇതാണ് മനുഷ്യൻ്റെ മറുവശം. ഒരു വശത്ത് ശക്തനായ മനുഷ്യൻ, എനിക്കെല്ലാം സാധിക്കുമെന്ന് വിശ്വസിക്കുന്നവൻ, ചിന്തിക്കുന്നവൻ. മറുവശത്താകട്ടെ ഏറ്റവും നിസ്സഹായനായി പ്രപഞ്ചത്തിൻ്റെ മുമ്പിൽ പോലും നിസ്സഹായതയോടെ നിലവിളിക്കുന്ന മനുഷ്യൻ. ഈ മനുഷ്യനെയാണ് നമ്മളൊക്കെ പ്രതിനിധാനം ചെയ്യുന്നത്. ഈ മനുഷ്യൻ്റെ അവസ്ഥയെപ്പറ്റി ചിന്തിക്കുക എന്നുള്ളത് വളരെ അനുപേക്ഷിതമായ ഒരു കാര്യമാണ്. നമ്മൾ ബൈബിളിൽ ദൈവം പറയുന്നുണ്ട്, ബൈബിളിൽ ദൈവമായ കർത്താവ് മനുഷ്യനെ മണ്ണുകൊണ്ട് മെനഞ്ഞുണ്ടാക്കിയെന്ന്. ആ മനുഷ്യനോട്, മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ വെന്തിരിയുമെന്ന് പറയുന്ന ദൈവം സത്യത്തിൽ ആ വചനഭാഗം, ആ ബൈബിൾ ഭാഗം അന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ആ മനുഷ്യരെല്ലാം മണ്ണിലേക്ക് തന്നെ മടങ്ങിപ്പോയി. ഈ നിൽക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ഒരു ദിവസം ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ മണ്ണിലേക്ക് മടങ്ങേണ്ട മനുഷ്യരാണ്. നമ്മൾ മറന്നു പോകുന്ന പലപ്പോഴും ഈ സത്യം. നമ്മളെന്നും ചിരഞ്ജീവികളായി ഭൂമിയിൽ കാണുമെന്ന് ഓർക്കുന്നു. എല്ലാം നമ്മുടെ കൈപിടിയിലുണ്ടെന്ന് നമ്മൾ വിചാരിക്കുന്നു. എല്ലാം പിടിച്ച് അടക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. എല്ലാം എൻ്റെ സാമർഥ്യം കൊണ്ടാണെന്ന് ഞാനും നിങ്ങളൊക്കെ വിചാരിച്ചു പോകുന്നതിൽ ഈ ആരാധന വേളയിൽ കൊണ്ടുവരാം. ദൈവമേ, അവരുടേതല്ലാത്ത കുറ്റങ്ങൾക്ക്, അവരുടേതല്ലാത്ത വീഴ്ചകൾക്ക് അവ സഹിക്കേണ്ടി വന്നു. അവ ജീവൻ ബലികഴിക്കേണ്ടി വന്നു. അവ ഈ ലോകത്തോട് അപ്രതീക്ഷിതമായിട്ട് വിട പറയേണ്ടി വന്നു. ഒരുപാട് പേരെ കരയിപ്പിച്ചുകൊണ്ട്